ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരിക്കൽ ലോക തലത്തിൽ നടന്ന റീഡിംഗ് ചലഞ്ച് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയോട് അവാർഡ് ദാന ചടങ്ങിൽ ചോദിക്കുകയുണ്ടായി, എന്താണ് നിങ്ങളുടെ വായനാ പ്രചോദനം എന്ന്. ആ കുട്ടി പറഞ്ഞ മറുപടി, എൻ്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ഞാൻ കഴിക്കുന്നു, അത് ക്ലീനായി നിലനിൽക്കാൻ ഞാൻ കൃത്യമായ ഇടവേളകളിൽ കുളിക്കുന്നു, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു. ഇങ്ങനെ എൻ്റെ ശരീരത്തെ ഭംഗിയിൽ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിൽ ഞാൻ ജാഗ്രത പാലിക്കുന്നു. എന്നാൽ ഈ ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന്, ക്ലിയർ ചെയ്യുന്നതിന് എൻ്റെ മുമ്പിലുള്ള മാർഗം എന്ത് എന്ന അന്വേഷണം എത്തിയത് വായനയിലാണ്. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് വായന. അതിലൂടെ ഞാൻ നേടുന്ന അറിവുകളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ വഴി നടത്തുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. ജീവിതത്തിൽ നമ്മളും ഇങ്ങനെയാണ്. നശ്വരമായ കാലത്ത് ജീവിക്കാൻ ആവശ്യമായ ഈ ബോഡിയെ അതിൻ്റെ ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ നിലനിർത്തുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഈ ബോഡിയോടുകൂടെയുള്ള ഭൗതിക ലോകത്തെ ജീവിതം അർത്ഥപൂർണമാവണമെങ്കിൽ പ്രകാശിക്കേണ്ട നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിൽ നാം കൂടുതൽ ജാഗ്രത പാലിക്കണം. വിജ്ഞാനമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യത. അറിവുള്ളവന് മാത്രമേ കാലത്തെ അതിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അക്കാദമിക് തലങ്ങളിലുള്ള പഠനത്തെ നമ്മൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും വിശുദ്ധ മതത്തിലെ അനിവാര്യമായ ജ്ഞാനങ്ങളും അതിൻ്റേതായ സോഴ്സിൽ നിന്ന് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പഠിക്കുക എന്നത് നമ്മുടെ തപസ്സാവണം. അതോടൊപ്പം ആ പഠനത്തോട് ചേർത്തി വെച്ച് ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ സമൂഹത്തോട് നമുക്ക് സംവദിക്കുവാനും അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒത്തിരി ജ്ഞാനങ്ങളുണ്ട്. അതിനാണ് കൂടുതൽ വായനകളിലേക്ക് നമ്മൾ കടന്നു പോവേണ്ടത്. വായിക്കുന്ന ഓരോ അക്ഷരങ്ങളും നമ്മുടെ ഉള്ളിൽ കത്തും, ഓരോ ആശയങ്ങളും പ്രകാശിപ്പിക്കും. അതിനെ കൂടുതൽ ഊതിക്കാച്ചിയെടുത്ത് സമൂഹത്തിന് വേണ്ടി അക്ഷരങ്ങൾ ചേർത്തി വെച്ച് ആശയങ്ങൾ പ്രകാശിപ്പിക്കുവാൻ നമ്മൾ കഴിവുള്ളവരാകുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ അജയ്യരായി നിലനിൽക്കും. നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരപ്പെടും. നമ്മുടെ കാലശേഷവും നമ്മൾ സ്മരിക്കപ്പെടും. അതിനപ്പുറം ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളവരായിട്ട് നമ്മൾ മാറും. അതിനുള്ള സുവർണാവസരമാണ് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ലൈബ്രറി. അതിലെ മുഴുവൻ പുസ്തകങ്ങളും സമയോചിതം വായിച്ച് അതിലെ പോയിന്റുകൾ രേഖപ്പെടുത്തി ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെയും സമാജങ്ങളിലെ പ്രഭാഷണങ്ങളിലും മാഗസിനുകളിലെ എഴുത്തുകളിലും കൊണ്ടുവന്ന് ഒരു കഴിവുള്ള, മികവുള്ള വിദ്യാർത്ഥിയായി ഞാൻ വളരുമെന്ന് തീർച്ചപ്പെടുത്തി നിങ്ങൾ മുന്നേറുക. എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും നേരുന്നു. അള്ളാഹുവിൻ്റെ അകമഴിഞ്ഞ സ്നേഹവും സഹായവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും എന്നോട് ബന്ധമുള്ള എല്ലാവർക്കും, മാതാപിതാക്കൾ, ഉസ്താദുമാർ,
എന്നിവർക്ക് പ്രത്യേകിച്ചും നിങ്ങൾ ദുആ ചെയ്യണം എന്നോർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.